അടുത്തത് ഡ്രാഫ്റ്റിംഗ് നമുക്ക് നോക്കാം. ഡ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെയ്യുന്നത്, നമ്മൾ 3D ആയിട്ട് വരച്ച കമ്പോണൻസിനെ അത് പാർട്ടോ അസംബ്ലിയോ ആയിക്കോട്ടെ അതിനെ നമ്മൾ 2D ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി സ്റ്റാർട്ടിനകത്ത് പോവാം, മെക്കാനിക്കൽ ഡിസൈനകത്ത് ഇവിടെ ഡ്രാഫ്റ്റിംഗ് ഉണ്ട്. ഡ്രാഫ്റ്റിംഗ് എടുക്കാൻ നേരത്ത് ബൈ ഡിഫോൾട്ട് ഡ്രാഫ്റ്റിംഗ് എടുക്കാൻ നേരത്ത് A0 ISO സ്റ്റാൻഡേർഡിലായിരിക്കും കിടക്കുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡൊക്കെ മാറ്റണമെങ്കിൽ ഇവിടെ നിന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് സ്റ്റാൻഡേർഡ് മാറ്റി കൊടുക്കാം. ഞാനിപ്പം ഈ ഒരു ഡിഫോൾട്ട് ഒരു A3 സ്റ്റാൻഡേർഡിനകത്ത് ഒരു ഡ്രോയിങ് ഷീറ്റ് ഓപ്പൺ ചെയ്തു. ആ ഡ്രോയിങ് ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യൂസ് ടൂൾ ബോക്സ് ആണ്. അതിനകത്ത് പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം ഉണ്ട്. അതിനകത്താണ് മിക്ക നമുക്ക് വേണ്ട നമ്മൾ വർക്ക് ചെയ്യുന്ന അത്യാവശ്യം ടൂൾസ് ഒക്കെ വരുന്നത്. പിന്നെ വരുന്നത് ഡയമെൻഷൻ ടൂൾസ്. ഇതാണ് മെയിനായിട്ട് നമുക്ക് വരുന്ന ടൂൾ ബോക്സ്. ഓക്കെ, കറന്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐക്കണും ആക്റ്റീവ് അല്ല. വ്യൂസിനകത്തും പ്രൊജക്ഷനകത്തൊന്നും ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമ്മൾ ഏതിൻ്റെ ഡ്രോയിങ് ആണോ വരയ്ക്കാൻ പോകുന്നത് ആ ഒരു കമ്പോണൻറ്റ് ഓപ്പൺ ചെയ്ത് വെക്കണം. ജസ്റ്റ് ഫയലിൽ പോവാ, ന്യൂ പോവാ. ഞാനിപ്പം ഈ ഒരു കമ്പോണൻ്റ് ആണ് എനിക്ക് വരയ്ക്കാൻ പോകണമെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് കാണാം ഈ ടൂള് ഇവിടെ കുറച്ച് ടൂളൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ഫ്രണ്ട് വ്യൂ കൊണ്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വ്യൂസിനകത്ത് പ്രൊജക്ഷൻസിനകത്ത് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂളുണ്ട്. ഫ്രണ്ട് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് ഡിഫോൾട്ടായിട്ടൊന്നും വരില്ല. ഞാനിവിടെ പോവാ, വിൻഡോ മാറി നമുക്ക് വേണ്ട ഒരു കമ്പോണൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന നേരത്തെ സൈഡിൽ ഒരു പ്രീവ്യൂ കാണിച്ചു തരും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു പ്രീവ്യൂ കാണിച്ചു തരും എങ്ങനെയായിരിക്കും ഫ്രണ്ട് വ്യൂ തന്നെ എന്നുള്ളത്. എനിക്കിപ്പോൾ എങ്ങനെയാണ് ഈ ഫേസാണ് വേണ്ടെങ്കിൽ ഈ ഫേസാണ് ഞാൻ ഫ്രണ്ട് വ്യൂ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ കാണിച്ച ഇങ്ങനെയായിരിക്കും വരുന്നത്. ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് വ്യൂ ആണ്. ആ ഫ്രണ്ട് വ്യൂ ഒന്ന് പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിലൊക്കെ റൊട്ടേറ്റ് ചെയ്യാം. എനിക്ക് അവിടെ നിന്ന് വ്യൂ മാറ്റണമെങ്കിൽ വ്യൂ മാറ്റാം. എനിക്ക് പക്ഷേ ഒന്നും വേണ്ട, എനിക്ക് നോർമൽ ഒരു ഫ്രണ്ട് വ്യൂ പ്ലേസ് ചെയ്താൽ മതി. അതെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് വ്യൂ ആയി. എനിക്ക് ഇവിടെ ഇപ്പം ഞാൻ ഒരു ഫ്രണ്ട് വ്യൂ പ്ലേസ് ചെയ്തു. ഫ്രണ്ട് വ്യൂ പ്ലേസ് മാത്രം ഇവിടെ ഒരു ഗ്രിഡ് വ്യൂ ഓൺ ആയി കിടക്കുവാണേ, നമുക്ക് ഓഫ് ചെയ്യാം. ഫ്രണ്ട് വ്യൂ പ്ലേസ് ചെയ്തു. പക്ഷെ നമുക്ക് കാണാം ഇത് ഈ ഒരു ഷീറ്റിനകത്ത് കൊണ്ട് ജസ്റ്റ് ഒരു വ്യൂ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് മാർജിൻ ഇല്ല, ടൈറ്റിൽ ബ്ലോക്ക് ഇല്ല, അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനത്തെ സാധനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എഡിറ്റിനകത്ത് പോവുക. ഇവിടെ ഷീറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഷീറ്റ് ബാക്ക്ഗ്രൗണ്ടിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഡയലോഗ് ബോക്സ് കിട്ടും. ഡ്രോയിങ്സ് എന്നൊരു ഡയലോഗ് ബോക്സ്. ഈ ഡയലോഗ് ബോക്സ് നേരത്തെ ഉണ്ടാവില്ല. ഷീറ്റ് ബാക്ക്ഗ്രൗണ്ടിനകത്ത് പോയി കഴിയുമ്പോഴാണ് എനിക്കിത് വരുന്നത്. അവിടെ നമുക്ക് ഫ്രെയിം ആൻഡ് ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് 2-3 സാമ്പിൾ ഉണ്ട്. എനിക്ക് വേണ്ട സാമ്പിൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സാമ്പിളിൻ്റെ രീതി വരും. ഇനി ഇതിനെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈൻ ടൂൾസും നമ്മുടെ ട്രിമ്മിങ് ടൂൾസൊക്കെ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ലിമിറ്റേഷൻസിനകത്ത് ഉണ്ട്. ഇവിടുന്ന് കിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. നമുക്ക് ട്രിം ചെയ്ത് കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേറൊരു ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും കഴിഞ്ഞിട്ട് ഇവിടെ എഡിറ്റിനകത്ത് പോവുക. വർക്കിംഗ് വ്യൂവിൽ ക്ലിക്ക് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ഒരു വർക്കിംഗ് വ്യൂവിലേക്ക് വന്നോളൂ. നമുക്കിവിടെ പറഞ്ഞിരുന്നത് ഫസ്റ്റ് ടൂളാണ് പ്രൊജക്ഷൻ. പിന്നെ നമുക്ക് വരുന്നത് അൺഫോൾഡഡ് വ്യൂ ഉണ്ട്, വ്യൂ ഫ്രം 3D എന്ന് പറഞ്ഞുകൊണ്ട്. അത് നമുക്ക് ഷീറ്റ് മെറ്റലിലേക്ക് വേണ്ട ഒരു ടൂളാണ് അൺഫോൾഡഡ് വ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് പ്രൊജക്ഷൻ വ്യൂ എന്ന് പറഞ്ഞൊരു ടൂളാണ്. പ്രൊജക്ഷൻ വ്യൂവിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മളൊരു വ്യൂ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു വ്യൂവിൽ നമുക്ക് അടുത്ത സൈഡ് വ്യൂസും ടോപ്പ് വ്യൂസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊജക്ഷൻ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം കറന്റ്ലി എനിക്ക്
ഇവിടെ ഈ ഒരു വ്യൂ മോഡാണ്, ഈ ഒരു ടൈലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ആ ഒരു ടൈലിൽ നിന്ന് എനിക്കൊരു റൈറ്റ് സൈഡ് വ്യൂ, ഒന്നുകൂടി പൊസിഷൻ ക്ലിക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടം വ്യൂ ഒക്കെ തരും. ഓക്കെ, ഇതിപ്പം കറന്റ് ആക്റ്റീവ് ആയിരിക്കുന്ന ടൈല് ഇതാണ്, വ്യൂ ഇതാണ്, അതുകൊണ്ടാണ് അതിൽ നിന്ന് വരുന്നത്. ഇപ്പം കറന്റ് ആക്റ്റീവ് ആയിരിക്കുന്ന വ്യൂ ഇതാണെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യൂവിനെ കറന്റ് ആക്റ്റീവ് ആക്കാം. പ്രൊജക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നായിരിക്കും നമുക്ക് അടുത്ത വ്യൂസ് വരുന്നത്, അല്ലാതെ ഇനിഷ്യലി കൊണ്ട് വെച്ച വ്യൂയിൽ നിന്നല്ല. ഓക്കെ, ഇവിടെ ഈ ഷീറ്റിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്ന് പ്രോപ്പർട്ടീസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ഏത് പ്രൊജക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തെങ്കിൽ മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ വേണമെങ്കിൽ ഇവിടെ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ കൊടുക്കുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ എടുക്കുക. ഓക്കെ, ഇനി ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഞാൻ ഇവിടെ നിന്നൊരു ഫ്രണ്ട് വ്യൂ എടുത്തു കഴിഞ്ഞാൽ, ടോപ്പ് വ്യൂ എടുത്ത്, ഇപ്പം വ്യൂ എടുത്തു കഴിഞ്ഞാൽ ബോട്ടം വ്യൂ അല്ല കാണിക്കുന്നത്, ടോപ്പ് വ്യൂ ആണ് കാണിക്കുന്നത് കേട്ടോ. പ്രൊജക്ഷനകത്ത് ഇപ്പം ഫ്രണ്ട് വ്യൂ ആയി, പ്രൊജക്ഷൻസ് ആയി. പിന്നെ വരുന്നത് ഓക്സിലറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓക്സിലറി വ്യൂ കാണിക്കാൻ നമുക്ക് ഈ ഒരു ജോമെട്രി പറ്റില്ല. ഓക്സിലറി വ്യൂ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ അല്ലേ? ഓക്സിലറി വ്യൂ വെച്ചാൽ ഒന്നുമില്ല, ഈ ഫ്രണ്ട് ടോപ്പ് റൈറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ഡയമെൻഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യൂ ആണ്. ഞാനിപ്പം ഒരു ജോമെട്രി ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഒരു ജോമെട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് റീജിയൻ എന്നിരിക്കട്ടെ. ഇൻക്ലൈൻഡ് റീജിയൻ ഉണ്ട്, ഇവിടെ ഒരു സർക്കുലർ ഹോളോ അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ഹോളോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഹോളോ പ്രൊജക്ഷൻ എന്തിലാക്കട്ടെ കേട്ടോ. ഞാനൊരു ഡ്രോയിങ്, ഒരു ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫയല് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഡ്രാഫ്റ്റിങ്ങിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചോദിക്കും, ഒരു എം ടി ആയിട്ടുള്ള ഷീറ്റ് മതിയോ, അതോ എല്ലാ വ്യൂ ഫ്രണ്ടും ടോപ്പും ഉള്ള വെച്ച് വേണോ, അതോ തേർഡ് ആംഗിൾ പൊസിഷനിൽ വേണോ, അതോ ഫസ്റ്റ് ആംഗിൾ പൊസിഷനാണോ എന്ന് ഡയറക്റ്റ് നമ്മുടെ അടുത്ത് ചോദിക്കും. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ഞാൻ എം ടി വെച്ചിട്ടാണ് പോകുന്നത്. എം ടി വെച്ചിട്ട് ഒരു A3 ഷീറ്റ് മോഡിഫൈ കൊടുത്തു കഴിഞ്ഞാൽ A3 ഷീറ്റിൻ്റെ സൈസ് മാറ്റാം. A3 വേറെ സ്റ്റാൻഡേർഡ് ഷീറ്റ് എടുക്കാം. A3 ഷീറ്റ് വെച്ചിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒന്നുകൂടെ ടൂൾ പറയാം. ഫ്രണ്ട് വ്യൂവിനകത്ത് പോവുക, എന്നിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് വേണ്ട പാർട്ട് എടുത്ത് സെലക്ട് ചെയ്യുക. ഇവിടെ വന്നു, എന്നിട്ട് ഞാൻ മാറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യൂ പ്ലേസ് ആയി. ഈ ഒരു വ്യൂവിന്റെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിനകത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ സ്കെയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, 1:2 റേഷ്യോയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നു, നമുക്ക് പ്രൊജക്ഷൻ നമ്മൾ പിന്നെ രണ്ടാമത് പറഞ്ഞ ടൂൾ പ്രൊജക്ഷൻ വ്യൂ ആണ്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ, അതിൻ്റെ തന്നെ ഒരു റൈറ്റ് സൈഡ് വ്യൂ പ്ലേസ് ചെയ്യാനിരിക്കട്ടെ. റൈറ്റ് സൈഡ് വ്യൂ പ്ലേസ് ചെയ്യാനിരിക്കട്ടെ. ഇതിപ്പം ബൈ ഡിഫോൾട്ട് ഇവിടെ ഇരിക്കുന്നത് ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ ആണ്, അതുകൊണ്ടാണ് റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റിൽ വന്നത് കേട്ടോ, ടോപ്പ് വ്യൂ താഴെയും വന്നത്. ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ഇവിടെ ഒരു ഹോളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ ആ ഒരു ഹോളിന്റെ ട്രൂ ഡയമെൻഷൻസ് നമുക്ക് ഒരു രീതിയിലും കിട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാലും പ്രോപ്പർട്ടീസിനകത്ത് പോയി കഴിഞ്ഞാലും ഹിഡൻ ലൈൻസ് ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെയും നോക്കി മനസ്സിലാവും, ഇവിടെ ഇതാണ് മനസ്സിലാവും. പക്ഷെ ഇത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ലല്ലോ സർക്കുലർ ഷേപ്പാന്നുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സർക്കിളാന്ന് അറിയാൻ പറ്റില്ല, ഇവിടെ നോക്കിയാൽ സർക്കിളാന്ന് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ കേസിലൊക്കെയാണ് നമുക്ക് ആരുടെ ആവശ്യം, ഓക്സിലറി വ്യൂവിന്റെ ആവശ്യം. ഓക്സിലറി വ്യൂവിനകത്ത് പോയി കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാന്നിരിക്കട്ടെ, ഡയറക്ഷൻ മാറ്റി ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തു.
ഇവിടെ ഈ ആരോ കാണിക്കുന്നത് അതിന്റെ ഡയറക്ഷനാണ്. ഒരു ഓക്സിലറി വ്യൂ ആണ് പ്ലേസ് ചെയ്തത്. നമുക്ക് എവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് ഈ ആരോ വരും കേട്ടോ. ഓക്സിലറി വ്യൂ ഇത് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തു. സോറി, ഇവിടെ പറ്റുന്ന വെച്ചാൽ ആക്റ്റീവായിട്ട് ഇപ്പം നിൽക്കുന്നത് ഈ ടൈലാണ്. ഈ ടൈലിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കണം, എന്നിട്ട് വേണം ഓക്സിലറി പ്ലേസ് ചെയ്യാൻ. ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മാത്രമാണ് അതിൻ്റെ ഒരു ട്രൂ ഡയമെൻഷൻസ്, ട്രൂ വാല്യൂസ് നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് ഓക്സിലറി വ്യൂവിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഒബ്സർവ് വ്യൂ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് രണ്ട് ലൈൻസ് വരച്ചു കൊടുത്താലും ഒബ്സർവ് വ്യൂ വരയ്ക്കാം. ഇപ്പം ലൈൻസ് വെച്ച് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഓക്സിലറി വ്യൂവിനകത്ത് പോവാ, എന്നിട്ട് ഞാൻ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തു. സോറി, അവിടെ ഇപ്പോൾ എഡ്ജ് സെലക്ഷൻ ആയിപ്പോയി. എഡ്ജ് സെലക്ഷൻ അല്ല, എനിക്കിത് ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തു, അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ട് എഡ്ജ് ഇല്ലെങ്കിൽ രണ്ട് ലൈൻസ് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ റിവ്യൂ ഒക്കെ മാറ്റാവുന്നതാണ്. ഓക്കെ, ഇവിടെ പൊസിഷൻ ഇൻഡിപെൻഡൻ്റ്ലി ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അലൈനായിട്ട് മാത്രം നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ഓക്സിലറി വ്യൂ. ഇനി വരുന്നത് നമുക്ക് ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഐസോമെട്രിക് വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഐസോമെട്രിക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല. ഇവിടെ പോവാം, വിൻഡോസിനകത്ത് പോവാം. നമുക്ക് വേണ്ട പാർട്ട് എടുത്തിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു പ്ലെയിൻ പറഞ്ഞു കൊടുക്കണം. അപ്പം ആ ഒരു പ്ലെയിൻ നമ്മുടെ നേരെ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ഐസോമെട്രിക് വ്യൂ തരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഒരു ഡ്രാഫ്റ്റിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളെപ്പോഴും ഒരു ഡ്രാഫ്റ്റിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു വ്യൂ ടൂൾ ബാർ വെച്ചിട്ട്. വ്യൂവിനകത്ത് വ്യൂ വെക്കുക, പ്രൊജക്ഷൻസ് കൊടുക്കുക, ഓക്സിലറി വ്യൂ, ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ ഐസോമെട്രിക് വ്യൂ കൊടുക്കുക. ഓക്കെ.